അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ചിക്കൻ ബ്രോസ്റ്റഡ് എല്ലാം കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇന്നൊരു വെറൈറ്റി ബ്രോസ്റ്റഡാണ് ഉണ്ടാക്കുന്നത്, എഗ് ബ്രോസ്റ്റഡ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂണ് ചിക്കൻ മസാല, അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഒരു ആംലെറ്റായിട്ട് ചുട്ടെടുക്കാം. ഓൺ ചെയ്തിട്ട് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഗീയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഗീയോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കലക്കി വെച്ച മുട്ട ഒഴിച്ച് കൊടുക്കാം. പിന്നെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നമ്മൾ എങ്ങനെയാണോ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ ചുട്ടെടുക്കാം. ഓംലെറ്റ് ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചുട്ടതിന് ശേഷം 30 സെക്കൻഡ് കുക്ക് ചെയ്തതിന് ശേഷം ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കണം. ഒരു പിസ്സ കട്ടറോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇനി ഇത് ഇവിടെ മാറ്റി വെക്കാം. ഇനി വേണ്ടത് നമുക്ക് മൈദയാണ്. ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് വെളുത്തുള്ളിപ്പൊടി, അര ടീസ്പൂണ് ഇഞ്ചിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഗാർലിക് പൗഡർ ഇഞ്ചിപ്പൊടിയും ഇല്ലെങ്കിൽ 3 വെളുത്തുള്ളി അല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂണ് മൈദ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കട്ടിയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാം. നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി വേണ്ടത് നേരത്തെ മുറിച്ച് വെച്ച ഓംലേറ്റ് കോട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ലിക്വിഡ് ഓയിൽ മുക്കിയെടുക്കുക. പിന്നെ ഈ മൈദയിൽ മുക്കുക. വീണ്ടും ലിക്വിഡ് ഇതിൽ മുക്കുക. പിന്നെ വീണ്ടും മൈദയിൽ മുക്കിയെടുക്കുക. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് കടായി വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഒന്ന് തീ കുറച്ചിട്ട് ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇത് പൊരിച്ചെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഒരു ഭാഗം പൊരിച്ചെടുക്കാം. ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. ബ്രോസ്റ്റഡ് എഗ്ഗ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.